ഉത്തമഗീതം 7-ാം അധ്യായം. മണവാളൻ. രാജകുമാരി, പാദുകം അണിഞ്ഞ നിന്റെ പാദങ്ങൾ എത്ര മനോഹരം! സമർത്ഥനായ ശില്പി തീർത്ത കോമളമായ രത്നഭൂഷണം പോലെയാണ് നിന്റെ നിതംബം. സുരഭിലമായ വീഞ്ഞ് ഒഴിയാത്ത വൃത്തമൊത്ത പാനപാത്രമാണ് നിന്റെ നാഭി. ലില്ലിപ്പൂക്കൾ അതിരിട്ട ഗോതമ്പ് കൂനയാണ് നിന്റെ ഉദരം. ദന്തനിർമ്മിതമായ ഗോപുരം പോലെയാണ് നിന്റെ കഴുത്ത്. ഹെഷ്ബോണിലെ ബദ്രബിം കവാടത്തിന് അരികിലുള്ള കുളങ്ങൾ പോലെയാണ് നിന്റെ നയനങ്ങൾ. ദമാസ്കസിലേക്ക് നോക്കി നിൽക്കുന്ന ലെബനോൻ ഗോപുരം പോലെയാണ് നിന്റെ നാസിക. കാർമൽ മല പോലെ നിന്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നു. നിന്റെ ഒഴുകുന്ന അളകാവില രക്താംബരം പോലെയാണ്. നിന്റെ അളകങ്ങൾ രാജാവിനെ തടവിലാക്കാൻ പോന്നതാണ്. പ്രിയേ, ആനന്ദദായിനി, നീ എത്ര സുന്ദരിയാണ്! എത്ര ഹൃദയഹാരിണിയാണ്! ഈന്തപ്പന പോലെ പ്രൗഢിയുറ്റവളാണ് നീ. നിന്റെ സ്തനങ്ങൾ അതിൻ്റെ കുലകൾ പോലെയാണ്. ഞാൻ ഈന്തപ്പനയിൽ കയറും, അതിൻ്റെ കൈകളിൽ പിടിക്കും. നിന്റെ സ്തനങ്ങൾ മുന്തിരിക്കുലകൾ പോലെയും നിന്റെ ശ്വാസം ആപ്പിളിൻ്റെതുപോലെ സുഗന്ധമുള്ളതുമായിരിക്കട്ടെ. അധരങ്ങളിലൂടെയും ദന്തങ്ങളിലൂടെയും മൃദുവായി ഒഴുകിയിറങ്ങുന്ന ഉത്തമമായ വീഞ്ഞു പോലെയായിരിക്കട്ടെ നിന്റെ ചുംബനങ്ങൾ. മണവാട്ടി, ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്. അവൻ എന്നെയാണ് കാക്ഷിക്കുന്നത്. എൻ്റെ പ്രിയനെ, വരൂ, നമുക്ക് വയലിലേക്ക് പോകാം, ഗ്രാമത്തിൽ ഉറങ്ങാം. രാവിലെ നമുക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം. മുന്തിരി മൊട്ടിട്ടോ എന്ന് നോക്കാം. മുന്തിരിപ്പൂക്കൾ വിടർന്നോ എന്ന് നോക്കാം. മാതളനാരകം പൂവിട്ടോ എന്ന് അന്വേഷിക്കാം. അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ പ്രേമം പകരാം. ദൂതായിപ്പഴം സുഗന്ധം വീശുന്നു. നമ്മുടെ വാതിൽക്കൽ എല്ലാ വിശിഷ്ട ഫലങ്ങളുമുണ്ട്. പ്രിയനെ, പഴുത്തതും ഉണങ്ങിയതുമെല്ലാം നിനക്കായി ഒരുക്കിയിരിക്കുന്നു.